കൃഷ്ണ ഗുരുവായൂരപ്പ. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് കർമ്മത്തെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചും പറയുന്നതിനായിട്ടാണ് വന്നിട്ടുള്ളത്. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്താണ് എനിക്ക് മാത്രം ഇത്രയും ദുരിതങ്ങൾ വരുന്നത് എന്ന് നമ്മൾ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. ഇതിനുള്ള ഉത്തരം കർമ്മം എന്ന വാക്കിലുണ്ട്. കർമ്മം എന്നത് കേവലം ഒരു പ്രവൃത്തിയല്ല, മറിച്ച് അത് പ്രപഞ്ചത്തിൻ്റെ നീതിശാസ്ത്രമാണ്. ഒരു കർഷകൻ പാടത്ത് വിത്തിടുന്നത് പോലെയാണ് കർമ്മം. നെല്ല് വിതച്ചാൽ നെല്ലും, വിഷവിത്ത് വിതച്ചാൽ ഫലവുമാണ് ലഭിക്കുന്നത്. നമ്മുടെ ഇന്നത്തെ ജീവിതം നമ്മുടെ പഴയ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് പറയുന്നത്. കർമ്മത്തെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാൻ പറ്റും: സഞ്ചിത കർമ്മം, പ്രാരാബ്ധ കർമ്മം, ആഗാമി കർമ്മം. അങ്ങനെ മൂന്നെണ്ണമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് സഞ്ചിത കർമ്മം, സഞ്ചിത കർമ്മ. ഇത് നമ്മുടെ കർമ്മ ബാങ്ക് ബാലൻസ് ആണ് എന്ന് പറയാം. അനവധി ജന്മങ്ങളിലായിട്ട് നാം സമ്പാദിച്ചു കൂട്ടിയ എല്ലാ നല്ലതും ചീത്തതുമായ പ്രവൃത്തികളുടെ ഒരു ശേഖരം, അതിനെയാണ് സഞ്ചിത കർമ്മം എന്ന് വിളിക്കുന്നത്. ഒരു വലിയ ഗോഡൗണിൽ സൂക്ഷിച്ചിരിക്കുന്ന ധാന്യശേഖരം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെയാണ് സഞ്ചിത കർമ്മം. അതിൽ നല്ല ധാന്യങ്ങളും ഉണ്ടാവും, കേടുവന്ന ധാന്യങ്ങളും ഉണ്ടാവും. അതുപോലെ ആണ് സഞ്ചിത കർമ്മം. പ്രാരാബ്ധ കർമ്മം എന്ന് പറയുന്നത് രണ്ടാമത്തത്. സഞ്ചിത കർമ്മത്തിൽ നിന്നും ഈ ജന്മത്തിൽ നാം അനുഭവിച്ചു തീർക്കാനായിട്ട് എടുത്തു മാറ്റിയ ഭാഗം, അതിനെയാണ് പ്രാരാബ്ധ കർമ്മം എന്ന് വിളിക്കുന്നത്. നമ്മളതിനെ ലളിതമായിട്ട് വിധി എന്ന് വിളിക്കും. വില്ലിൽ നിന്ന് തൊടുത്തുവിട്ട അമ്പ് പോലെയാണത്. അങ്ങനെ നമുക്ക് പറയാം, ലളിതമായിട്ട് പറയുകയാണെങ്കിൽ. അതായത് ഒരിക്കൽ അമ്പ് വില്ലിൽ നിന്ന് അങ്ങ് വിട്ട് കഴിഞ്ഞാൽ അത് ലക്ഷ്യസ്ഥാനത്ത് എത്തിയിട്ടേ അടങ്ങുള്ളൂ എന്നാണ്. അതേപോലെ നമ്മുടെ ജനനം, മാതാപിതാക്കൾ, ആരോഗ്യം, ഇതെല്ലാം ഈ പ്രാരാബ്ധ കർമ്മത്തിലാണ് പെടുന്നത്. പിന്നെ മൂന്നാമത്തെ കർമ്മം എന്ന് പറയുന്നത് ആഗാമി കർമ്മമാണ്. ഈ ജന്മത്തിൽ ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ, അത് ഭാവിയിലേക്കുള്ള വിത്തുകളാണ്. അതിനെയാണ് ആഗാമി കർമ്മ എന്ന് പറയുന്നത്. ഒരു യാത്രക്കിടയിൽ നമ്മൾ പുതുതായി വാങ്ങിക്കൂട്ടുന്ന ചില സാധനങ്ങൾ ഉണ്ടാവില്ലേ, അതേപോലെ അത് ആഗാമി കർമ്മമാണ്. അത് നമ്മുടെ സഞ്ചിത കർമ്മത്തിലേക്ക് ഇങ്ങനെ കൂട്ടിച്ചേർക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ് എന്നുള്ളതാണ്. വിധിയെ നമുക്ക് മാറ്റാൻ കഴിയുമോ? പ്രാരാബ്ധ കർമ്മം അനുഭവിച്ചു തന്നെ തീർക്കണം എന്നാണ്. പക്ഷേ അതിനെ നേരിടാനുള്ള മനക്കരുത്ത് നമ്മൾ തന്നെ ഉണ്ടാക്കണം എന്നാണ്. മഴ പെയ്യുന്നത് തടയാൻ നമുക്ക് കഴിയില്ല, അത് വിധിയാണ്, അതായത് പ്രാരാബ്ധമാണ്. എന്നാൽ ഒരു കുട പിടിച്ചു കഴിഞ്ഞാൽ മുഴുവനായിട്ട് അത് നനയാതെ രക്ഷപ്പെടാലോ, അതാണ്. അപ്പോൾ ആത്മീയതയും ഈശ്വര ചിന്തയുമാണ് ആ കുട എന്ന് പറയുന്നത്. നമ്മുടെ ഇന്നത്തെ പ്രവൃത്തികൾ, അതായത് ആഗാമി കർമ്മം ശുദ്ധമാക്കി വെച്ചാൽ നമ്മൾ ഭാവിയിനെയാണ് സുരക്ഷിതാക്കുന്നത് എന്നാണ്. അല്ലെങ്കിൽ വീണ്ടും ഇങ്ങനെ സഞ്ചിത കർമ്മത്തിലേക്ക് നമ്മളിങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കർമ്മത്തിൽ നിന്ന് മോചനം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭഗവത് നാമജപവും നിസ്വാർത്ഥമായ സേവനവുമാണ് ഏകവഴി എന്നുള്ളതാണ് പറയുന്നത്. എൻ്റെ എല്ലാം അങ്ങല്ലേ ഭഗവാനെ, ബാക്കിയൊക്കെ എൻ്റെ കർമ്മഫലമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം എന്നുള്ളതാണ്. ഫലം ഇച്ഛിക്കാതെ കർമ്മം ചെയ്യുക. കർമ്മണ്യേവാധികാരസ്ഥേ, ആ ശ്ലോകം കേട്ടിട്ടില്ലേ? അതാണ്. മറ്റുള്ളവരെ സഹായിക്കുന്നതിലൂടെ നമ്മുടെ പാപഭാരം കുറയ്ക്കാൻ കഴിയും എന്നാണ്. അപ്പോൾ പ്രാരാബ്ധങ്ങളെ ഭയപ്പെടാതെ ഭഗവത് പാദങ്ങളിൽ ശരണാഗതി പ്രാപിച്ച് മുന്നോട്ട് പോവുക, നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. ഈ നിമിഷം മുതൽ നമ്മുടെ ആഗാമി കർമ്മങ്ങളെല്ലാം നമുക്ക് നന്മയുള്ളതാക്കി മാറ്റണം എന്ന് നമ്മൾ തന്നെയാണ് പ്രതിജ്ഞ എടുക്കേണ്ടത്, ചിന്തിക്കേണ്ടത്. ഓരോ പ്രവൃത്തിയും വിവേകത്തോടെ ചെയ്യുക. കാരണം
കാലം അത് പലിശ സഹിതം നമുക്ക് തിരിച്ചു നൽകും എന്നുള്ളത് ഓർമ്മിക്കുക. എല്ലാവർക്കും നല്ലത് മാത്രം ചെയ്യാൻ ഭഗവാൻ ഇടവരുത്തട്ടെ. ഹരേ കൃഷ്ണ. കൃഷ്ണ ഗുരുവായൂരപ്പ.